ഹലോ! അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഒടുവിൽ നമ്മൾ ആ കാത്തിരുന്ന നിമിഷം വന്നെത്തുകയാട്ടോ പ്രേക്ഷകരെ. ആ ഒരു മാലയുമായിട്ട് പോയ ഓട്ടോക്കാരനുണ്ടല്ലോ, അയാൾ വഴിയിൽ വെച്ച് വീണ്ടും എന്തൊക്കെയോ ഫോൺ കോളൊക്കെ ചെയ്ത് ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആന്റണിയുടെ ആൾക്കാർ വന്നിട്ട് ഈ മാലയും ഈ വണ്ടിയെ പാടെ ഇങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടുപോകുക. അപ്പൊ അവിടെ നിന്ന് നമ്മുടെ മന്ത്രിയുടെ ആളും മന്ത്രിയൊക്കെ നമ്മുടെ സച്ചിനെ വിളിക്കുന്നുണ്ട്. ഇതുവരേക്കും മാല ഇവിടെ എത്തിയില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പൊ സച്ചി ഇങ്ങനെ ആകപ്പാടെ ഞെട്ടി നിൽക്കുവാട്ടോ. സച്ചിൻ രേവതിയും പതറി നിൽക്കും, ഇത് എവിടെ പോയി എന്നറിയാതെ. അപ്പൊ ആ ഡ്രൈവർ വിളിച്ച് നമ്മുടെ സച്ചിനോട് പറയുന്നുണ്ട്, മാലയും വണ്ടിയും അടക്കം ആരാണ്ടൊക്കെ എടുത്തുകൊണ്ട് പോയി സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സച്ചിക്കും രേവതിക്കും ആകപ്പാടെ വീണ്ടും ടെൻഷൻ കൂടി. പിന്നീട് നമ്മുടെ മന്ത്രി വിളിച്ചിട്ട് നമ്മുടെ സച്ചിനെ എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് ആന്റണി ഈ വണ്ടി എങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ആ ഒരു ഡ്രൈവറിനോട് പറഞ്ഞിട്ട് അയാൾ എങ്ങോട്ടൊക്കെയോ ദൂര സ്ഥലത്തേക്ക് ഇങ്ങനെ വണ്ടിയും കൊണ്ട് പോകുന്നൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ സച്ചിയുടെയും രേവതിയുടെ അവസ്ഥ എന്തായി തീരും അല്ലെ? ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ സച്ചിൻ രേവതിയും ആ ഒരു വണ്ടി കണ്ടുപിടിച്ച മാലകൾ അവിടെ എത്തിച്ചില്ലെങ്കിൽ ഇവർക്ക് എന്തോരം നഷ്ടമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ? ഇവരുടെ ഈ ഒരു നഷ്ടമൊക്കെ കാണുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്കായിരിക്കും ഭയങ്കര സന്തോഷം അല്ലെ കൂട്ടുകാർ? എന്തായാലും അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ സച്ചിക്ക് ആ വണ്ടി കണ്ടെത്താൻ പറ്റട്ടെ. അല്ല, എന്തായാലും കാത്തിരുന്നതിനെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.